അടുത്ത കൃഷി നീ ഇറക്കില്ല വാസുദേവ. വെറുതെ എന്തിനാ തടി കേടാക്കുന്നത്? ഒരു 2 പ്രാവശ്യം കൂടി കൃഷി ഇറക്കിയില്ലെങ്കിൽ തൂങ്ങി ചവ നിവൃത്തിയുള്ളൂ. ചാവാനല്ലേ? അത് നീ കൃഷി ഇറക്കിയില്ലെങ്കിലും അത് നടക്കും. ഞാൻ കൂടി പറഞ്ഞിട്ടാ മുതലാളി പണം തന്നത്. കമ്മീഷൻ പോട്ടെ, അയാളുടെ പണം ഇല്ലെങ്കിലും പലിശയെങ്കിലും കൊടുത്തൂടെ? ഞാൻ പറഞ്ഞല്ലേ വക്കീലെ, ഒരു തവണ വെള്ളപ്പൊക്കത്തിൽ ചീഞ്ഞു, പിന്നെ വേനലിൽ കരിഞ്ഞു. ഞാൻ ആരോട് പറയാനാ? നീ എന്നോട് പറയണം. ഇടനിലക്കാരനാണെങ്കിലും ഞാൻ അങ്ങേരുടെ ആളാ, കുടുംബ വക്കീലും. അത് നീ മറക്കാൻ പാടില്ലായിരുന്നു. ദയ, അത് ആണ്ടാൾ മുരുകന്റെ അടുത്ത് നടക്കില്ല. പിന്നെ ഞാനിപ്പോ വന്നത്, നിനക്ക് ജപ്തി നോട്ടീസ് കിട്ടും. നിന്റെ വീടും പുരയിടവും വാങ്ങാൻ മുതലാളിക്ക് പ്ലാനുണ്ട്. നീയായിട്ട് തടസ്സം നിൽക്കരുത്. ചട്ടിയും കലോടുത്ത് ഒഴിയ, കേസ് അതോടെ തീരും. ചതിക്കരുത്. ഒന്നാമതേ, നിങ്ങളെപ്പോലുള്ള ദരിദ്രവാസികളെ മക്കളെ പഠിപ്പിക്കരുത്, കടം വാങ്ങി ചികിത്സിക്കരുത്. നീ ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളും ഉണ്ടാവില്ല, നീയും ഉണ്ടാവില്ല. അയാൾ നിന്റെ ഭാര്യയുടെ സൂക്കട് മാറ്റും. അത് പറയാൻ മുതലാളി വിട്ടതാ. രക്ഷിക്കണം, വക്കീല് പറഞ്ഞാ കേൾക്കും. കൈവിടലും ഈ വക കോപ്രായങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. ഒഴിപ്പിക്കാൻ മുന്നിൽ ഞാനുണ്ടാവും. വാസുവേട്ടാ, എന്തിനാളുടെ കാല് പിടിക്കണേ? നമ്മളാരാണാവോ? ജില്ലാ കളക്ടറൊന്നും അല്ലല്ലോ. ഇത് ലെവല് വേറെയാ. ഒരു പാവം മനുഷ്യൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും തനിക്കൊന്നൊരു ദയവില്ലല്ലേ വക്കീലെ? ചോദ്യം ചെയ്യലും ഞെട്ടിക്കലും ഒക്കെ വീട്ടിലും കോടതിയിലും മതി. ഈ മനുഷ്യൻ രാപ്പകല് വേർപ്പൊഴുക്കണ മണ്ണാ അത്. മോള് കേമിയാണല്ല. എന്നെ ചോദ്യം ചെയ്യാനായോ? നീ ആ വേലുവിന്റെ വളർത്തുമോളല്ലേ, ഭ്രാന്തിയുടെ മോള്. അതെ, മോള് മേല് മണ്ണാവാതെ പോകാൻ നോക്ക്. വാസുവേട്ടാ, എന്താ കാര്യം? ഞാൻ എൻ്റെ വയലും വീടും പണയം വെച്ചിട്ട് കാശ് വാങ്ങിയതാ. ഇപ്പൊ ജപ്തി ചെയ്യുന്നാ പറയണേ. ഓ, അങ്ങനെയുള്ള കാര്യല്ലേ. ഏത് ബാങ്കിന്നാ കടെടുത്ത്? ബാങ്കിൽ നിന്നൊന്നും അല്ല മോളെ, ആണ്ടാൾ മുരുകന്റെ കയ്യിൽ നിന്നാ. ഈ വക്കീല് പറഞ്ഞിട്ടാ 11% പലിശ. കാശിന് ആവശ്യം വരുമ്പോ കരഞ്ഞ് കാല് പിടിക്കും. വാങ്ങിയ പണം തിരിച്ചു ചോദിക്കുമ്പോ ന്യായ പ്രമാണങ്ങൾ. വാസു, നീ ഇതിന് അനുഭവിക്കും. ആണ്ടാൾ മുരുകൻ കൃഷിക്കാർക്ക് കാശ് കടം കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടാ കൊടുത്തത്. തനിക്കിപ്പോ കൃഷിക്കാരെ നോക്കുമ്പോ പുച്ഛല്ലേ? എടോ, ഈ പറയുന്ന ആണ്ടാൾ മുരുകനും മഹാന്മാരും ഒക്കെ വട്ടമേശയ്ക്ക് ചുറ്റുവരുന്ന വാരി വലിച്ച് തിന്ന് കൊഴുക്കുന്നതേ ഈ പറഞ്ഞ പാവം കർഷകർ ചോര നീരാക്കിയിട്ടാ. അവരോടാ ലോകം നീതി കാണിക്കേണ്ടത്. നിയമം വക്കീലിന്റെ കുത്തകയൊന്നല്ലല്ലോ. ഇങ്ങനെയുള്ളവർക്കും സംസാരിക്കാൻ ആൾക്കാർ വേണ്ടേ? ബ്ലേഡുകാരനെ കടം വാങ്ങിയെന്ന് പറഞ്ഞ് കുടിയിറക്കാൻ ഏത് കോടതി ഉത്തരവിടുന്നത്? ഇവർക്കും കിട്ടും അന്തസ്സുള്ള വക്കീലന്മാരെ. വാസുവേട്ടൻ പേടിക്കണ്ട, ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. പോട്ടെ. അമ്മേ, എൻട്രൻസ് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ്. എനിക്കറിയായിരുന്നു ഇത് വരുമെന്ന്. അച്ഛൻ എവിടെ അമ്മ? അതെ, നമുക്ക് സാറിനെ കാണാൻ പോണട്ടോ. അമ്മ കൂടെ വരണം. ഞാൻ ഇതൊന്ന് വിരിച്ചിട്ടോട്ടെ. ഈ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാടല്. ഹോ, കെട്ടിക്കാറായി. ഇപ്പോഴുള്ള കുട്ടിയെന്ന വിചാരം. പ്രിലിമിനറി എക്സാം ഒന്ന് കടക്കണം, അതാ ഒരു പേടി. നിനക്കോ പേടി? നീ അത് നേടും, ഞാൻ കൊറപ്പാ. IAS അവൻ ജനിച്ചവളാ നീ. നിന്റെ നവ പൊന്നാവട്ടെ. നീ വലിയ കളക്ടറായ പിന്നെ ഞങ്ങളൊക്കെ മറക്കൂലേ?
ഞാൻ എന്തായാലും എവിടെ പോയാലും എൻ്റെ മനസ്സ് ഫുള്ളി ഗ്രാമത്തിലാവും.